ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും അറിയണ്ടാവും നമ്മൾ നാട്ടിൽ പോകാനായിട്ട് ഇരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ അതിനുള്ള കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പല പല ദിവസങ്ങളിലായിട്ട് ചെയ്തിട്ടുള്ള ഷോപ്പിംഗ് ആണ്. അതെല്ലാം കൂടിയിട്ട് ഒറ്റ വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം തന്നെ നമ്മൾ വന്നിട്ടുള്ളത് എവറിഡേ സെൻട്രൽ കണ്ടോ. അവിടുന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ചെരുപ്പ്, ഷൂസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ജൂലൈയിലൊക്കെ ആയിട്ട് എൻ്റെ കസിൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ കല്യാണത്തിനും കൂടി ഇടാൻ പറ്റുന്ന പോലത്തെ ചെരുപ്പും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും റുവ ബേബിക്കൊക്കെ വാങ്ങിച്ച് അതിനുശേഷം പിന്നെ റുവാക്ക് വീട്ടിലിടുന്ന കുറച്ച് ഡ്രസ്സുകൾ വാങ്ങണമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുന്ന ടൈമിലാണ് റുവാക്കും പിന്നെ റിസാക്കും ഏകദേശം സെയിം പോലത്തെ ഡ്രസ്സ് കിട്ടി. അപ്പോൾ പിന്നെ ഞാനതെടുത്ത് പിന്നെ റുവാക്ക് ഒരു 3-4 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അവൾക്ക് തീരെ ഇപ്പോൾ ഡ്രസ്സുകളില്ല കേട്ടോ. അവൾ ഇടണതൊക്കെ ഇങ്ങനെ ചെറുതായേക്കണം ഒരുവിധം നൈറ്റ് ഡ്രസ്സുകളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളത് എടുത്ത് പിന്നെ ഉടുപ്പിൻ്റെ സെക്ഷനിൽ വന്നിട്ട് നമ്മൾ അവിടുന്ന് ജസ്റ്റ് ഒരു ഉടുപ്പും കൂടി എടുത്തിട്ടാണ്. പിന്നെ എനിക്ക് നാട്ടിൽ പോകുമ്പോൾ ഇടാൻ ഡ്രസ്സ് നോക്കാന്നുള്ള രീതിയിൽ ജസ്റ്റ് ഇവിടെയൊക്കെ നടന്ന് നോക്കണ്ട ഞാനും ഉമ്മയും കൂടിയിട്ട്. അപ്പോൾ ഒരുപാട് ഡ്രസ്സുകളുടെ കളക്ഷനൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു സംഭവം അവിടെ നിന്ന് കിട്ടിയില്ല. ഞാനിങ്ങനെ ലോങ് ഡ്രസ്സ് ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് നാട്ടിൽ പോകുമ്പോൾ ഫ്ലൈറ്റിലൊക്കെ ഇരിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള മോഡൽ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഫീഡിങ് ചെയ്യാൻ പറ്റണം അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് എടുക്കേണ്ടിയിരുന്നത്. ഈ ഒരു സ്കേർട്ടും ടോപ്പും കണ്ടപ്പോൾ ഞാൻ അങ്ങനെ സ്കേർട്ടും ടോപ്പും ഇടാറില്ല, എപ്പോഴെങ്കിലൊക്കെ ഇടലുള്ളൂ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ട്രൈ ആക്കിയതാണ്. പക്ഷെ അതും അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല. അങ്ങനെ പിന്നെ അവിടെ വെച്ച് അവിടെ നിന്ന് വാങ്ങിച്ചില്ല കേട്ടോ. വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ നോക്കാമെന്നുള്ള രീതിയിൽ. പിന്നെ നമുക്ക് വീട്ടിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ കേട്ടോ. പിന്നെ റുവ ബേബിയുടെ മെയിൻ പരിപാടിയാണ് നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങുമ്പോൾ അവൾക്ക് അതിൽ നിന്ന് എടുത്തിട്ട് കവറിലിടണം. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടാൻ കൊടുക്കലുണ്ട്. അപ്പോൾ അവൾ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അധികവും സാധനങ്ങൾ വാങ്ങാൻ ഈ എവറിഡേ സെൻറ്ററിലേക്ക് വരാറില്ല കേട്ടോ. കാരണം അവിടെ ഭയങ്കര തിരക്കായിരിക്കും എപ്പോൾ വന്നു കഴിഞ്ഞാലും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോണ വഴിക്ക് ഈ ഒരു പള്ളി കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്താണ്ട് നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ഫുൾ ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഈ പള്ളി ഇങ്ങനെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. അയിനു ബേബി ഇപ്പോൾ മുമ്പത്തെ പോലെ ഒന്നല്ല കേട്ടോ. കാറിൽ പോണ ടൈമിലൊക്കെ മറ്റാൾ കണ്ണ് തുറന്ന് ഇങ്ങനെ കിടക്കും കാഴ്ചകളൊക്കെ കണ്ടിട്ട്. മറ്റേത് ഉറങ്ങുകയല്ലേ ചെയ്യുക എപ്പോഴും. ഇപ്പം ഇങ്ങനെ എല്ലാതും ഇങ്ങനെ നോക്കി കിടക്കാൻ വേണ്ടി ഇഷ്ടമാണ്. നമ്മൾ എങ്ങനെയെങ്കിലും ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാലും ഇപ്പം ഇങ്ങനെ കണ്ണ് തുറന്ന് ഇങ്ങനെ എല്ലായിടത്തേക്കും നോക്കും എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ പിന്നെ പോണ വഴിക്ക് നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇസ്താൻബുൾ ഷവർമ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിലേക്കാണ് വന്നത്. ഇവിടുത്തെ നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര റേറ്റും വരുന്നില്ല, ആ റേറ്റിനുള്ള സംഭവം അതുണ്ട്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്ന് ഡ്രസ്സ് മാറ്റലും സാധനങ്ങൾ എടുത്തക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാണ് അവരുടെ ഫ്രൈഡ് ചിക്കൻ. അതിൻ്റെ കൂടെ തന്നെ ബണ്ണ്, അതുപോലെ കോൾസ്ലോ, 2 ടൈപ്പ് സോസ്, പിന്നെ നോർമൽ ടൊമാറ്റോ കെച്ചപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് ആണ് കോംബോ തരല് കേട്ടോ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാവും അതിൻ്റെ കൂടെ. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു ഐറ്റം കൂടി വാങ്ങിച്ചിട്ടുണ്ട്, ലോഡഡ് ഫ്രൈസ് വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ ഉമ്മ കുറച്ചായി പറയണം നമുക്ക് ലോഡഡ് ഫ്രൈസ് വാങ്ങിക്കണം, അത് കഴിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് വാങ്ങിച്ച് നോക്കി ട്രൈ ആക്കാൻ വേണ്ടിയിട്ട്. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ഭയങ്കര ഒരു ചീസി ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മയണൈസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് മെയിൻലി വരുന്നുണ്ടായിരുന്നത്. ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ച് അതിന് ശേഷം നമ്മൾ ഈ ഒരു സാൻഡ്വിച്ച് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മുൻപ് ഇത് കുറച്ച് വൈറലായിരുന്നു, ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ. പക്ഷേ ഇപ്പോഴാണ് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു സ്പോഞ്ച് കേക്ക് കാണുമ്പോഴും അങ്ങനെ ഭയങ്കര സ്പോഞ്ച് പോലെയാണ്, ഇങ്ങനെ അമർത്തുമ്പോഴൊക്കെ അങ്ങനെ അങ്ങനെ സ്പോഞ്ചി ഉണ്ടാകും. തിന്ന് നോക്കിയപ്പോൾ ഒരു ചീസി ഫ്ലേവറൊക്കെ ആയിരുന്നു. വലിയ കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത്ര രസം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. കഴിച്ചു നോക്കിയപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെയാണ് നമ്മളുടെ ഒരു ദിവസത്തെ വിശേഷം. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും ഷോപ്പിങ്ങിന് ഇറങ്ങി. നമ്മൾ നേരെ സഫാരി മാളിലേക്കാണ് വന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോ കടകളിലേക്ക് പോകുമ്പോഴും ഇപ്പോൾ കവറ് കയ്യിൽ പിടിക്കാറുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ എക്സ്ട്രാ കാശ് കൊടുക്കേണ്ടി വരും നമ്മൾ കവർ വാങ്ങാൻ വേണ്ടിയിട്ട്.
അപ്പോൾ റുവ ബേബിക്കാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ അവൾക്ക് തന്നെ പിടിക്കണം ആ കവറ്. അപ്പോൾ അവൾക്ക് അത് പിടിച്ച് നടക്കാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ. എന്നാലും അത് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയിൻ ബേബിനായിട്ട് ഞാനും ഇവിടെ ഉണ്ട്. അങ്ങനെ അവിടെ എത്തിയിട്ട് ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ട്രയൽ ചെയ്ത് നോക്കി. അപ്പോഴും എന്താ പറയുക, എനിക്കങ്ങനെ അടിപൊളിയായിട്ട് തോന്നുന്ന ടൈപ്പ് ഡ്രസ്സ് കിട്ടിയില്ല. അപ്പം ഞാൻ അവിടുന്ന് ഡ്രസ്സ് വാങ്ങിച്ചില്ല. ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഡ്രസ്സ് വാങ്ങണ്ട, ഞാൻ ഓൾറെഡി അന്ന് കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അജ്മാനിൽ നിന്ന്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ റുവ ബേബിക്ക് ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിച്ച്, അതേപോലെ ഈ ഒരു ഡയപ്പർ ബാഗ് വേണമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു കളർ എടുത്തിട്ടാ. പിങ്കും ആക്കിയില്ല, ബ്ലൂ ആക്കിയില്ല. ഈ ഒരു കളറാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ അതെടുത്ത്, പിന്നെ വേറെ സോപ്പ്, പേസ്റ്റ്, ബ്രഷ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് വാങ്ങാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടുന്ന് താഴെ വന്നിട്ട് എടുത്ത്. പിന്നെ ഡേറ്റ്സ് വാങ്ങണമായിരുന്നു. അപ്പോൾ ഇവിടെ സഫാരിയിൽ എപ്പോഴും നല്ല അടിപൊളി ഒരു ഡേറ്റ്സ് കിട്ടലുണ്ട് കേട്ടോ. മജ്ദൂൽ എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ്സ് ആണെന്നുണ്ട്. അപ്പോൾ അതന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടുന്ന് കുറച്ച് പാക്കറ്റ് വാങ്ങിച്ച്, അതേപോലെ തന്നെ ഉണക്കമുന്തിരി വാങ്ങിച്ചിട്ടാണ്. റുവ ബേബി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണക്കമുന്തിരി വാങ്ങിച്ചിട്ട് തിന്നലുണ്ട് നമ്മളെ. അപ്പോൾ അങ്ങനെ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എഗെയിൻ നമ്മൾ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ എവറിഡേ സെൻറ്ററിൽ പോയപ്പോൾ അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നല്ലത്, സവോളയും അതുപോലെ പച്ചമുളകും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ച്. അതേപോലെ തന്നെ കൊള്ളി കണ്ടപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ കൊള്ളി വാങ്ങാം, ഒരു ദിവസം നമുക്ക് കൊള്ളിയും മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാന്നുള്ള രീതിയിൽ അത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ജ്യൂസുകൾ എടുക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ജ്യൂസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് കണ്ടപ്പോൾ ഞാൻ ഇതിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പല ഫ്ലേവറിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഈ ഒരു ഡ്രിങ്കാണ് എടുത്തത്. അതേപോലെ തന്നെ റുവ ബേബിക്ക് തണുപ്പില്ലാത്ത ഒരു ജ്യൂസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ജ്യൂസൊക്കെ എടുത്ത്. അപ്പോൾ റുവാക്ക് അത് പൊളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ജ്യൂസ്. അത് കുടിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ മേത്തൊക്കെ കളഞ്ഞിട്ടുണ്ട്. ആ ഡ്രസ്സിലൊക്കെ ജ്യൂസ് ആക്കിയിട്ട്. ഞാൻ ഓൾറെഡി അവൾക്ക് ഒരു പ്രാവശ്യം ഡ്രസ്സ് മാറ്റി കൊടുത്തതായിരുന്നു. ഇപ്പോൾ വീണ്ടും നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ട് ഫ്രൈഡ് ചിക്കനിലേക്കാണ് വന്നത്. അവിടെ നിന്നാണ് നമ്മൾ രാത്രിയിലത്തെ ഫുഡ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ റുവ ബേബിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നഗറ്റ്സ് വാങ്ങിച്ച്. പിന്നെ നമുക്കിത് ഈ ഒരു റാപ്പാണ് വാങ്ങിച്ചത്. നമ്മൾ മുൻപും ഇവിടുന്ന് ഈ ഒരു റാപ്പ് കഴിച്ചിട്ടുണ്ട്. അന്നൊന്നും കൂടിയും അടിപൊളി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടാണ്. ഇപ്പോൾ കഴിച്ചപ്പം വലിയ കുഴപ്പമില്ല എന്നുള്ളത് പോലെയാണ് തോന്നിയത്. അത് കഴിഞ്ഞത് വീട്ടിലേക്ക് വന്ന് 2 കുട്ടീസിനെയും ഉറക്കണ പണിയിലാണ്. റുവാനെയും ഞാൻ അയിൻ ബേബിനെയും ഉറക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റുവ ബേബി ഉറങ്ങി, അയിനും ഉറങ്ങാണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അയിനുവിനെ ഇട്ട് ഹാളിലേക്ക് വന്നിട്ട് അവിടെ ടേബിളിമൊക്കെ എടുത്തേക്കണ്ട. എന്നിട്ട് ബോളൊക്കെ കാണിച്ചിട്ട് അവനത് ചിരിച്ച് ഭയങ്കര ഉഷാറായിട്ട് കിടക്കുകയാണ്. നമ്മളൊക്കെ എങ്ങനെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ ഒന്ന് കിടക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ വരിക. ഇവന് പക്ഷേ കിടക്കാൻ സമ്മതിക്കണ്ടായിരുന്നില്ല, അവന് ഉറങ്ങാണ്ട്. പിന്നെ ഇത് നെക്സ്റ്റ് ഡേയിലത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പിന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നത് ലുലുവിലേക്കാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ആദ്യം തന്നെ റിച്ചുവിന് ഷൂ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അഡിഡാസിൽ വന്ന് നോക്കി. അപ്പോൾ അവിടുന്ന് നമുക്ക് പറ്റിയ പോലത്തെ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ അവിടെ നോക്കി, ഒരെണ്ണം അങ്ങനെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മുകളിൽ പോയിട്ട് അവിടെയും സ്കെച്ചേഴ്സിൽ അല്ലെങ്കിൽ വേറെ ഷോപ്പിലൊക്കെ ഒന്ന് നോക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതേ മുകളിൽ പോവാണ്. അപ്പോൾ റുവ ബേബി ഒറ്റയ്ക്ക് ഒക്കെ നിന്നിട്ടുണ്ട് പോണത്. നമ്മളെപ്പോഴും എടുത്തിട്ടാണ് കൊണ്ടുപോവില്ല. അപ്പോൾ അവൾക്ക് ആദ്യമായിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് കൊണ്ടുപോയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. പിന്നെ ഇവിടെ ഡിസൈനർ ഔട്ട്ലെറ്റും സ്പേസ് സ്പോർട്ട് ഗാർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ ഡിസൈനർ ഔട്ട്ലെറ്റിൽ നിന്ന് ഈ ഒരു ഷൂ ആണ് റിച്ചുവിന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ലുലു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലേക്ക് പോയി. അപ്പോൾ അവിടുന്ന് ഉമ്മാക്ക് ഷൂ നോക്കണമായിരുന്നു കേട്ടോ. ഉമ്മ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഷൂ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്, നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു മോഡലാണ് തപ്പണുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനത്തെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ മോഡൽ ഏതെങ്കിലും ഷൂ എടുക്കാന്നുള്ള രീതിയിൽ ഉമ്മാക്ക് ഇതേ ഷൂ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ ഒരു ഗ്രീൻ കളർ കണ്ടപ്പോൾ എനിക്ക് ഈ കളറും ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ്. പക്ഷേ ഇതിന് കറക്റ്റ് സൈസ് ഉമ്മാക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ. പിന്നെ വേറെയും ഒക്കെ ട്രൈ ചെയ്തിട്ട് ഇതേ ഈ ഒരു ഷൂ ആണ് എടുത്തത്. അപ്പോൾ റുവ ബേബി അത് എടുത്തിട്ട് ഇതേ ട്രോളിയിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ താഴെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വന്ന് അവിടെ എത്തിയപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വാങ്ങിക്കാന്നുള്ള രീതിയിൽ നമ്മളെപ്പോൾ ലുലുവിൽ വരുമ്പോഴും ഈ ഒരു സംഭവം തന്നെ വാങ്ങലിട്ടാ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ സോസേജ് ട്വിസ്റ്റ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഈ സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇത് ഈ ഒരു ചീസ് കേക്കും വാങ്ങിച്ച്.
അതിന് ശേഷം പിന്നെ മുട്ടയും പിന്നെ കുറച്ച് ഐറ്റംസും കൂടി വാങ്ങാനുണ്ടായിരുന്നു. ബേബി സോപ്പ് അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ നെക്സ്റ്റ് മിസ് മാക്സിലേക്കാണ് വന്നത്. അപ്പോൾ അവിടേക്ക് വരുന്ന വഴിക്ക് നമ്മൾ അതൊക്കെ വണ്ടിയിലിരുന്ന് കഴിച്ചിട്ടാ. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് മുടിമ കെട്ടാനുള്ള ബണ്ണ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ദിക്കർ ചൊല്ലണ സംഭവം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ റുവ ബേബിക്ക്. ഇനി ഫ്ലൈറ്റിൽ നിന്നൊക്കെ വേണമെങ്കിൽ ഇത് കയ്യിൽ കൊടുക്കാമല്ലോ, അവളിങ്ങനെ എഴുതി കളിക്കുകയൊക്കെ ചെയ്തോളൂ ഇരുന്നിട്ട് എന്നുള്ള രീതിയിൽ അതൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് അങ്ങനെ വലിയ പർച്ചേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ ഈ ഒരു അൽ ജഹറ പേസ്ട്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിൽ കണ്ടാ വന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പിസ്സ വാങ്ങിക്കാന്നുള്ള രീതിയിൽ നമ്മൾ 2 ടൈപ്പ് പിസ്സ ഓർഡർ ചെയ്ത് പിന്നെ 2 ടൈപ്പ് മനാക്കിഷും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്ന് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിസ്സയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. മാർഗ്രീറ്റ പിസ്സ എന്ന് പറയുന്നത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. മറ്റേ ചിക്കൻ പിസ്സ വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര തിൻ ക്രസ്റ്റ് ആയിട്ടുള്ള പിസ്സ ആയിരുന്നു. പിന്നെ ഈ 2 ടൈപ്പുള്ള മനാക്കിഷും നല്ലൊരു സോഫ്റ്റ് ബ്രെഡിൽ വെച്ചിട്ടുണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ചീസും പിന്നെ ഒന്നൊരു മീറ്റ് വെച്ചിട്ടുള്ളതുമായിരുന്നു. എനിവേസ് അതൊക്കെ കഴിച്ച് അതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു നാട്ടിൽ പോകാനുള്ള ഷോപ്പിംഗ് വിശേഷങ്ങൾ. ഞാൻ ആദ്യം വിചാരിച്ചു ഓരോന്നും വേറെ വേറെ വ്ളോഗായിട്ടുണ്ടാകുന്നു. പിന്നെ തോന്നി ഒക്കെ കുറേശ്ശെ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഫുൾ സംഭവങ്ങളായിട്ട് എടുത്തിട്ടില്ല. പിന്നെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തെങ്കിലും സർപ്രൈസ് വേണ്ടേ, നമ്മളെല്ലാതും വ്ളോഗിൽ കാണിച്ചു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഈ പർച്ചേസിങ്ങിൻ്റെ ഇടയിൽ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ഷോപ്പിംഗ് വ്ളോഗിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ, ടേക്ക് കെയർ.